കണ്ണൂർ രാഷ്ട്രീയത്തിൽ കാലങ്ങളായിട്ട് നിലനിന്നു പോയ ഒരു സംഭവമാണ് രാഷ്ട്രീയ അക്രമവും അതിനെ തുടർന്നുണ്ടാകുന്ന കൊലപാതകങ്ങളുമൊക്കെ. ഇപ്പോൾ വീണ്ടും BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു സമുന്നതനായ നേതാവ് സി സദാനന്ദൻ രാഷ്ട്രപതിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് നാമനിർദ്ദേശം ചെയ്തതിലൂടെ രാജ്യസഭാ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ BJPക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ അംഗത്വം. പക്ഷേ അവിടെ ചർച്ചയാകുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ അംഗത്വം മാത്രമല്ല, കണ്ണൂർ രാഷ്ട്രീയത്തിലെ അക്രമത്തെക്കുറിച്ചാണ്. എന്താണ് പ്രിയൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് സദാനന്ദൻ മാസ്റ്ററെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായ ആസൂത്രണമുണ്ട്. ഇടതുപക്ഷം ചില മാധ്യമങ്ങളിൽ, പ്രധാനപ്പെട്ട ചില ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം നുഴഞ്ഞു കയറി അവിടെ സദാനന്ദൻ മാസ്റ്റർക്കെതിരെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുമോ പുഷ്പൻ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് അവർ അംഗീകരിക്കുമോ? പുഷ്പൻ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായ ആളല്ലേ. അതുപോലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ അല്ല, പോലീസ് അതിക്രമത്തിൻ്റെ അവിടെ അക്രമ രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു. ഇവർ ഇയാളെ മന്ത്രിയായിരുന്നപ്പോഴത്തേക്കും ആക്രമിക്കാൻ നോക്കിയപ്പോൾ വെടിവെപ്പുണ്ടായി, അവിടെ വലിയ പ്രശ്നം ഉണ്ടായി. അങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് ഇവർ, കൂത്തുപറമ്പ് രക്തസാക്ഷികൾ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വലിയ സമരം ഉണ്ടായില്ല, ഒരു പ്രതിഷേധം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വെടിവെയ്പ്പ് അവിടെ ഉണ്ടാവില്ലായിരുന്നു. ഈ പറയുന്ന ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ മുഖ്യമന്ത്രിയും അന്നുണ്ടായിരുന്ന മന്ത്രിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ എന്നുള്ളതിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പൂച്ചട്ടി എടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ യുവാക്കളുടെ തലയിലടിച്ച ഗൺമാനൊക്കെ കൊണ്ടു നടക്കുന്ന ആളല്ലേ മുഖ്യമന്ത്രി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തായാലും ഇവിടെ സദാനന്ദൻ മാസ്റ്ററെ അപകീർത്തിപ്പെടുത്താൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് പിന്നിൽ ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ. അതെന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ, വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടി കൊലപ്പെടുത്തിയവരുടെ അതേ മനസ്ഥിതി തന്നെയാണ്. അതിൻ്റെ ഒന്നാം പ്രതി ആരായിരുന്നു എന്നുള്ളതും കേരളത്തിന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമാണത്. ആ പറയുന്ന RSSകാരനെ കൊലപ്പെടുത്തിയ അതേ രാഷ്ട്രീയം തന്നെയാണ് ഈ പറയുന്ന സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിമാറ്റിയതും. ഇപ്പോൾ ഒരു ജനാർദ്ദനൻ്റെ കഥ പറയുന്നുണ്ട്. ജനാർദ്ദനെ ആക്രമിച്ചു, എന്നിട്ട് ജനാർദ്ദനൻ ഈ കാലൊക്കെ കാണിക്കുന്നുണ്ട്. കാല് വെട്ടി, കാല് അടിച്ചു, ഈ പ്ലാസ്റ്റർ ഇട്ട് കിടന്നു ഒരേ കാലം. കാലിലൊരു പാടും കാണുന്നില്ല. ഈ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വിഷ്വലൊക്കെ വെച്ചിട്ട് വലിയ പാടുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും വെട്ടിമാറ്റപ്പെട്ട 2 കാലുകൾ. അത് സദാനന്ദൻ മാസ്റ്ററുടേതായിരുന്നു. അത് കൃത്യമായിട്ട് എല്ലാവർക്കും, ജനങ്ങൾക്കെല്ലാം അറിവുള്ളതുമാണ്. അപ്പോൾ ആരാണ് അക്രമ രാഷ്ട്രീയം എടുത്തുകൊണ്ട് നടക്കുന്നതെന്ന് കണ്ണൂരേക്കൊന്ന് കൃത്യമായി നോക്കിയാൽ അറിയാൻ കഴിയും. 51 വെട്ടിൻ്റെ പാടുകൾ ഇന്നും കേരളത്തിൻ്റെ മുഖത്ത് നിന്ന് മാഞ്ഞിട്ടില്ല എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ്. ആരായിരുന്നു ഈ സദാനന്ദൻ മാസ്റ്റർ എന്ന് കൂടി അറിയുമ്പോഴേ നമുക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ കാരണം അറിയാൻ കഴിയുള്ളൂ. സദാനന്ദൻ മാസ്റ്ററുടെ പിതാവും സദാനന്ദൻ മാസ്റ്ററുടെ ജ്യേഷ്ഠ സഹോദരനും അടക്കം കുടുംബത്തിലെ ഭൂരിപക്ഷം ആളുകളും, ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാവരും തന്നെ CPM പ്രവർത്തകരും അനുഭാവികളുമായിരുന്നു. ആ ഘട്ടത്തിൽ CPMൻ്റെ SFIയുടെ പ്രാദേശിക പ്രവർത്തകരും ഒക്കെ ആയിരുന്നു സദാനന്ദൻ മാസ്റ്റർ. അവിടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയം തെറ്റാണെന്നുള്ളത് മനസ്സിലായി തുടങ്ങി. ഇതിൻ്റെ ഈ പറയുന്ന ഇടതുപക്ഷ ആശയങ്ങൾക്ക് ഒപ്പം നടക്കുന്നതിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചു. അദ്ദേഹം ഈ അക്കിത്തത്തിൻ്റെയൊക്കെ കവിതകൾ വായിക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്ന പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, V മുരളീധരൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അദ്ദേഹം SFIക്കാരനായിട്ട് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ V മുരളീധരൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്വാഭിമാനം, ദേശീയത, ദേശീയ രാഷ്ട്രീയം, സ്വയം സേവനം, ഇതുപോലുള്ള കാര്യങ്ങൾ, രാഷ്ട്രസേവനം, രാഷ്ട്രപ്രേമം, രാഷ്ട്രഭക്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതിലേക്ക് ആകർഷണനാവുകയാണ് സ്വാഭാവികമായിട്ടും. അങ്ങനെ ഇടതുപക്ഷ ആശയത്തിൽ നിന്ന് പിന്മാറി അദ്ദേഹം ദേശീയതയെ ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള RSS രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അവിടെ ഈ പറയുന്ന രാഷ്ട്രസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ RSSൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. ഇതിൽ കലിപൂണ്ടാണ് ഈ പറയുന്ന CPMകാർ, മാർക്സിസ്റ്റുകാർ വന്ന് അദ്ദേഹത്തിൻ്റെ കാല് വെട്ടുന്നത്. അദ്ദേഹം ഈ പറയുന്ന സഹോദരിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ചില ബന്ധുവീടുകളിലൊക്കെ പോയിട്ട് മടങ്ങി വരവെയാണ് ഇരുട്ടിൻ്റെ പറവിൽ നിന്നിട്ട് ഇവർ ആക്രമിച്ച കാല് വെട്ടിമാറ്റുകയായിരുന്നു ചെയ്തത്. 2 കാലും വെട്ടിമാറ്റി. എന്നിട്ട് അദ്ദേഹത്തിനെ ഈ പറയുന്ന നാട്ടുകാരും അടുക്കാതിരിക്കാൻ വേണ്ടി CPM എല്ലാ കാലത്തും ഈ പറയുന്ന അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുള്ള ബോംബെറിയും. ആദ്യം ബോംബെറിഞ്ഞ് നാട്ടുകാരെ മൊത്തം ഓടിക്കും. അവിടെ നിൽക്കുന്നവരാരും പേടിച്ച് വരില്ലല്ലോ. പിന്നെ അപ്പോൾ എങ്ങനെയാണ്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട്, ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ അങ്ങനെയാണല്ലോ ചെയ്തത്. വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് തള്ളിയിട്ടപ്പോൾ ആക്സിഡൻ്റ് ആണെന്ന് വിചാരിച്ച് ആൾക്കാർ ഓടിക്കൂടിയപ്പോൾ അവരുടെ നേരെ ബോംബെറിയുമ്പോൾ ആൾക്കാർ പേടിച്ചോടും. അങ്ങനെ പേടിച്ചോടിയതിന് ശേഷം ആൾക്കാർ ഓടിക്കഴിയുമ്പോഴാണ് വിട്ട് വെട്ടുന്നത്.
അങ്ങനെയാണ് വെട്ടിക്കൊല്ലുന്നത്. അതും കൃത്യമായിട്ട് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് ശേഷമാണ്. അതായത് ആ എഡിഷൻ, അവിടുത്തെ പത്രത്തിൻ്റെ ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വാർത്ത വരരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതുപോലെ അത് മാത്രമല്ല, വരുന്നവർക്ക് രക്ഷിക്കാൻ വരുന്നവർക്ക് തിരിച്ചറിയരുത് ആരെന്ന്. അങ്ങനെയാണ് മുഖത്തടക്കം വെട്ടുന്നത്. മുഖം വെട്ടി വികൃതമാക്കുക എന്നുള്ളത് ആ പകയുടെ, വണ്ടി ഇടിച്ച് കൊല്ലായിരുന്നു, പക്ഷെ അതല്ല, പക അത്രത്തോളമുണ്ട്. കൊലപ്പെടുത്തണം, എങ്ങനെ കൊലപ്പെടുത്തണം, അതിക്രൂരമായി കൊലപ്പെടുത്തണം. ഇവിടെ സദാനന്ദൻ മാസ്റ്റർ തൻ്റെ കാലുകൾ ഉപയോഗിച്ചുകൊണ്ടല്ലേ ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, ദേശീയതയിലേക്ക് കടന്നു വന്നത്. ദേശീയതയുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആ കാലുകൾ ഇനി വേണ്ട എന്ന് CPM മാർക്സിസ്റ്റുകാർ പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ മാർക്സിസ്റ്റുകാർ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാലുകൾ വെട്ടിമാറ്റുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായി അന്ന് അദ്ദേഹത്തിന് 27 വയസ്സേ ഉള്ളൂ. 27 വയസ്സിലെ LP സ്കൂൾ അധ്യാപകനായിട്ട് ശ്രീ ദുർഗാവിലാസം സ്കൂളിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഡ്രില്ല് ഭാഷനെയും തുന്നൽ മാഷിനെയൊക്കെയാണ് നമ്മൾ, തുന്നൽ ടീച്ചറിനെയൊക്കെയാണ് മാഷെന്നും ടീച്ചറെന്നും ഒക്കെ വിളിക്കുന്നത്. അപ്പോൾ അത് മോശം ഇതായതുകൊണ്ടല്ല, അവർ ഈ പറയുന്ന മഹത്തായ അറിവ് പകർന്നു കൊടുത്തവർ തന്നെയാണ് ഈ പറയുന്ന തുന്നൽ മാഷി, കേരളത്തിലെ ബാക്കിയുള്ള തുന്നൽ മാഷും ഡ്രിൽ മാഷുമാരും ഒക്കെ. പക്ഷേ സദാനന്ദൻ മാസ്റ്റർ ഇത് രണ്ടുമല്ലായിരുന്നു. അദ്ദേഹം കൃത്യമായ അക്ഷര വെളിച്ചം പറഞ്ഞു കൊടുക്കുന്ന ഗുരു തന്നെയായിരുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അംഗീകാരം കിട്ടിയതിൽ ഇവർക്ക് വലിയ കലിയാണുള്ളത്. ആ പകയെന്ന് പറഞ്ഞാൽ വെട്ടിമാറ്റിയ കാലുകളോട് ഇപ്പോഴും പകയുള്ളവരാണ്. ടി പി ചന്ദ്രശേഖരനെ കൊന്നിട്ടും പക തീരാതെ അദ്ദേഹത്തിൻ്റെ പ്രതിമ പോലും ആക്രമിക്കുക, അദ്ദേഹത്തിൻ്റെ ഓഫീസ് ആക്രമിക്കുകയൊക്കെ ചെയ്ത ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഈ രാഷ്ട്രീയമാണ് അവിടെ തുടരുന്നത്, കാലങ്ങളായി തുടരുന്ന രാഷ്ട്രീയം. RSSകാരുടെ ഒരു കുടുംബത്തിലെ ഗൃഹനാഥനെ ആദ്യം കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മകൻ, രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ല, എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മകനെയും കൊലപ്പെടുത്തി. അങ്ങനെ ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള കഥകൾ ഒരുപാടുണ്ട്. ഈ അച്ഛനെ കൊലപ്പെടുത്തിയത് കണ്ടിട്ട് സ്കൂളിൽ പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളായിട്ടുള്ള 2 സഹോദരിമാരുടെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അല്ലെങ്കിൽ എന്തിനേറെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കഥ അറിയാമല്ലോ. ആ കുട്ടികളുടെ ഇന്നും മാനസികാഘാതം വിട്ടു മാറാതെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളാണുള്ളത്. ജയകൃഷ്ണൻ മാസ്റ്ററുടെ ക്ലാസ് മുറിയിലാണ്. ക്ലാസ് മുറിയിൽ കണ്ട ചോര എന്നാണ് പിറ്റേന്ന് പത്രത്തിൽ വന്നത്. ക്ലാസ് മുറിയിലെ ചോര, അത് നീക്കാനാവാത്ത മുറിപ്പാടാണത്. ആ ചോര ഇന്നും ആ ക്ലാസ് മുറിയിൽ, കണ്ണൂരിൻ്റെ ഓരോ ക്ലാസ് മുറികളിലും ആ ചോര ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്നുണ്ട് ഒരു അധ്യാപകൻ്റെ. കാരണം ഇവർ ഗുരുപൂജയൊക്കെ എതിർക്കുന്നുണ്ടല്ലോ. കാരണം അധ്യാപകനെ ക്ലാസ്സിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുക, അധ്യാപകനെ റോഡിലിട്ട് കാലുകൾ വെട്ടിമാറ്റുക, ഈ പറയുന്ന രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നവർക്ക്, ഇല്ലെങ്കിൽ ഈ പറയുന്ന അധ്യാപികയ്ക്ക് കുഴിമാടം ഒരുക്കുന്നവർക്ക്, അധ്യാപകൻ്റെ കസേര കത്തിക്കുന്നവർക്ക് ഒരിക്കലും ഈ പറയുന്ന ഗുരുപൂജ മനസ്സിലാകില്ല. അതുകൊണ്ടാണ് സദാനന്ദൻ മാസ്റ്ററുടെ വളർച്ചയിൽ, അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലേക്കുള്ള രംഗപ്രവേശനത്തെ ഇവർ ഇത്ര ഭയത്തോടു കൂടി കാണുന്നത്. കാരണം വെട്ടിമാറ്റിയിട്ടും ഒരിക്കലും അറ്റുപോകാത്ത അത്ര വലിയ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് സദാനന്ദൻ മാസ്റ്റർക്കുള്ളത്. ആ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ ഭയക്കുന്നത് കൊണ്ടാണ് ഇടതുപക്ഷം ഇത്രയേറെ വിരളിപൂണ്ട് ഈ പറയുന്ന നുഴഞ്ഞു കയറിയ മാധ്യമങ്ങളിലെല്ലാം നടന്ന് ഘോരഘോരം വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിനെതിരായിട്ട്. പക്ഷേ വാസ്തവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, കൃത്യമായ സത്യം എല്ലാവർക്കും അറിയാം. സദാനന്ദൻ മാസ്റ്ററെയും മാർക്സിസ്റ്റ് കലാപാലികർ ആക്രമിച്ചതാണ് എന്ന് കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങൾക്കറിയാം. അദ്ദേഹം ഈ പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം വിട്ട് RSSലേക്ക് വന്നതുകൊണ്ടാണ് ആക്രമിച്ചതെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് ഒരിക്കലും ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.